ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്കിന്ന് ക്രിസ്മസ് സ്പെഷ്യലായ നല്ല സോഫ്റ്റ് വെള്ളയപ്പവും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ സ്റ്റൂവും തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. കൂടാതെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ കൂടി ശ്രമിക്കണം. ഇനി നമുക്ക് റെസിപ്പിയിലേക്ക് കിടക്കാം. ആദ്യം ഞാൻ വെള്ളയപ്പത്തിന് വേണ്ട അരി കുതിർക്കാൻ വെക്കാൻ പോവുകയാണേ. അതിനു വേണ്ടി നമുക്ക് 2 നാഴി പച്ചരി നന്നായിട്ട് കഴുകിയെടുക്കണം. ഇതിലേക്ക് വെള്ളം ഒഴിച്ച് ഒരു രാത്രി മുഴുവൻ കുതിർക്കാൻ വെക്കാം. ഇനി നമുക്ക് തലേന്ന് കുതിർത്ത് വെച്ചിരിക്കുന്ന അരി ഞാനിവിടെ 3 തവണയായിട്ടാണ് അരച്ചെടുക്കുന്നത്. അതിനുവേണ്ടി കുറച്ച് അരി നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റാം. ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നന്നായിട്ട് അരച്ചെടുക്കണം. ഇപ്പം ഞാൻ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കപ്പി കാച്ചിയെടുക്കണം. അതിനു വേണ്ടി നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന മാവിൽ നിന്നും ഒരു 3 വലിയ സ്പൂൺ മാവ് ഒരു സോസ് പാനിലേക്ക് മാറ്റാം. ഇതിലേക്ക് ഒരു 1/2 ഗ്ലാസ് വെള്ളവും ഒഴിച്ച് നമുക്ക് ലോ ഫ്ലെയിമിൽ നന്നായിട്ട് കുക്ക് ചെയ്ത് കുറുക്കിയെടുക്കണം. ബാക്കി അരച്ചെടുത്ത മാവ് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റണം. ഈ ഒരു പരുവം ആകുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇത് റൂം ടെമ്പറേച്ചറിൽ തണുപ്പിക്കാൻ വെക്കണം. ഇനി നമുക്ക് രണ്ടാമത്തെ സെറ്റ് അരി അരച്ചെടുക്കാം. അതിനു വേണ്ടി കുറച്ച് അരി മിക്സിയുടെ ജാറിലേക്ക് ഇടണം. ഇതിലേക്ക് 1 കപ്പ് തേങ്ങ ചിരകിയതും 1/4 കപ്പ് ചോറും 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയും 1 ടീസ്പൂൺ ഉപ്പും ആവശ്യത്തിന് കരിക്കും വെള്ളവും കൂടി ഒഴിച്ച് നന്നായിട്ട് അരച്ചെടുക്കണം. ഇപ്പം നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് സെയിം പാത്രത്തിലേക്ക് മാറ്റാം. ഇനി നമുക്ക് ബാലൻസ് അരി കുറച്ച് കരിക്കും വെള്ളം ഒഴിച്ച് അരച്ചെടുക്കണം. ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന കുറുക്കിയ മാവ് ഇതിപ്പം ചൂട് ആറിയിട്ടുണ്ട്. അതും കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കണം. ഇനി ഈ 3 സെറ്റ് മാവും ഒരു വിസ്ക് ഉപയോഗിച്ച് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം മൂടി വെച്ച് 8 മണിക്കൂർ ഫെർമെൻറ്റ് ചെയ്യാൻ വെക്കാം. നല്ല ചൂടുള്ള ക്ലൈമറ്റ് ആണെങ്കിൽ 8 മണിക്കൂറിൻ്റെ ഒന്നും ആവശ്യമില്ല. 4-5 മണിക്കൂറിനുള്ളിൽ തന്നെ ഫെർമെൻ്റ് ആയി കിട്ടും. ഇനി നമുക്ക് നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ സ്റ്റൂ തയ്യാറാക്കാം. ഇതിനു വേണ്ടി 500 ഗ്രാം ചിക്കൻ നന്നായിട്ട് കഴുകി ചെറിയ പീസായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി സ്റ്റൂ തയ്യാറാക്കുന്നതിന് വേണ്ടി ഫ്ലെയിം ഓൺ ചെയ്ത് ഒരു കടായി വെക്കാം. കടായി ചൂടായി വരുമ്പോൾ ഇതിലേക്ക് 3 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കണം. ഇനി ചൂടായ എണ്ണയിലേക്ക് 3 ചെറിയ കഷ്ണം കറുവപ്പട്ടയും 5 ഗ്രാമ്പുവും 4 ഏലക്ക പൊട്ടിച്ചതും ഇട്ട് ചൂടാക്കി അതിൻ്റെ നല്ല മണമൊക്കെ വന്നു തുടങ്ങുമ്പോൾ ഇതിലേക്ക് 1 കഷ്ണം ഇഞ്ചി നീളത്തിൽ കട്ട് ചെയ്തതും 6 അല്ലി വെളുത്തുള്ളി ചോപ്പ് ചെയ്തതും 4 പച്ചമുളക് കട്ട് ചെയ്തതും 2 മീഡിയം സൈസ് സവോള സ്ലൈസ് ചെയ്തതും കൂടി ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കണം. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം. സവോള വഴഞ്ഞ് ബ്രൗൺ നിറമൊന്നും ആകേണ്ടതില്ല. ഒന്ന് വാടി വെന്ത് വരുമ്പോൾ ഇതിലേക്ക് ചിക്കനും ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് 3-4 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഇപ്പം നമ്മുടെ ചിക്കൻ്റെ കളറൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്ത് ഒരു വൈറ്റ് നിറമായി വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഇതിലേക്ക് ഒരു വലിയ കിഴങ്ങ് കട്ട് ചെയ്തതും 1 മീഡിയം ക്യാരറ്റ് കട്ട് ചെയ്തതും 1/2 മുറി തേങ്ങയുടെ നീട്ടിയ 1/2 കപ്പ് 2ാം പാലും കൂടി ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം മൂടി വെച്ച് വേവിച്ചെടുക്കണം.
ഇടയ്ക്ക് നമ്മൾ മൂടി തുറന്നൊന്ന് ഇളക്കി കൊടുക്കണം. ഇപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കൊന്ന് തുറന്നു നോക്കാം. നമ്മുടെ കിഴങ്ങും ചിക്കനും ഒക്കെ ഹാഫ് കുക്കായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും 1 ടീസ്പൂൺ ഗരം മസാല പൊടിയും കൂടി ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് വീണ്ടും 3 മിനിറ്റ് മൂടി വെച്ച് കുക്ക് ചെയ്യാം. ഇനി ഇതിലേക്ക് 1/2 കപ്പ് ഒന്നാം പാലും 8 കാഷ്യൂനട്ടിൻ്റെ പേസ്റ്റും കൂടി ഇട്ട് തിളപ്പിക്കാതെ ഒന്ന് ചൂടാക്കി കഴിഞ്ഞ് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇതിലേക്ക് കുറച്ച് ഉള്ളിയും കൂടി താളിച്ചൊഴിക്കണം. അതിനു വേണ്ടി ഒരു ചെറിയ പാൻ അടുപ്പത്ത് വെക്കാം. ഇതിലേക്ക് 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം. എണ്ണ ചൂടായി വരുമ്പോൾ ഒരു 5 കൊച്ചുള്ളി സ്ലൈസ് ചെയ്തത് ചേർത്ത് മൂപ്പിച്ചെടുക്കണം. ഇത് നമുക്ക് ചിക്കൻ സ്റ്റൂവിലേക്ക് ചേർത്ത് കൊടുത്ത് 5 മിനിറ്റ് അടച്ചു വെച്ചതിന് ശേഷം മാത്രം ഇളക്കിയെടുക്കാം. ഈ സ്റ്റൂ വെള്ളയപ്പത്തിൻ്റെ കൂടെ മാത്രമല്ല, ബ്രെഡിൻ്റെയും ചപ്പാത്തിയുടെയും ഇടിയപ്പത്തിനും പത്തിരിക്കും ഒക്കെ ഒരു നല്ല കോമ്പിനേഷനാണ്. ഇതിപ്പം നമ്മുടെ വെള്ളയപ്പത്തിനുള്ള മാവ് ഫെർമെൻറ്റ് ചെയ്യാൻ വെച്ചിട്ട് 8 മണിക്കൂറായിട്ടുണ്ട്. നമുക്കൊന്ന് തുറന്നു നോക്കാം. മാവ് നന്നായിട്ട് പൊങ്ങി പതഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ചുട്ടെടുക്കാം. നമ്മൾ ഓൾറെഡി മാവിൽ ഉപ്പ് ചേർത്തിട്ടുള്ളത് കൊണ്ട് ഇനി ഉപ്പൊന്നും ചേർക്കേണ്ടതില്ല. അതുപോലെ തന്നെ ഇതിൽ ഈസ്റ്റോ സോഡാപ്പൊടിയോ ഒന്നും ചേർത്തിട്ടുമില്ല. ഇപ്പം നല്ല സോഫ്റ്റ് അപ്പവും നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ സ്റ്റൂ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ ക്രിസ്മസിന് നിങ്ങളെല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് എന്നെ അറിയിക്കണേ. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും അഡ്വാൻസ്ഡ് ഹാപ്പി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ. ഇനി നമുക്കൊരു നല്ലൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം. ബൈ.